അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും നമസ്കാരത്തിൽ ചിലപ്പോൾ ശ്രദ്ധയില്ലാതെ പോകാറുണ്ടല്ലേ. നമസ്കാരം തുടങ്ങുമ്പോൾ അൽഹംദുലില്ലാ പറയുമ്പോൾ മനസ്സ് വീട്ടിലേക്കോ ജോലിയിലേക്കോ ഫോണിലേക്കോ തിരിഞ്ഞു പോകും. പല പല ചിന്തകൾ അപ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഏതൊരം കാര്യങ്ങളുണ്ടോ അതെല്ലാം അപ്പോൾ നമുക്ക് ഓർമ്മയിലെത്തുകയും ചെയ്യും നമസ്കാരം തുടങ്ങുമ്പോൾ. പക്ഷേ ഓർക്കണം, നമസ്കാരം എന്നത് നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുമായുള്ള നേരിട്ടുള്ള സംഭാഷണമാണ്. ആ നിമിഷം തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷവും. നമുക്ക് നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ ചില ചെറിയ കാര്യങ്ങൾ ചെയ്യാം. നിസ്കരിക്കുന്നതിന് മുമ്പ് ചില ദിക്റുകൾ പറയുക. അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ് അങ്ങനെ 33 തവണ ചൊല്ലുക. ഒന്നു ചെയ്യുന്നത് നല്ല ഉദ്ദേശത്തോടും ശാന്തതയോടും ചെയ്തു നോക്കൂ. നമസ്കാരത്തിൽ ഓതുന്ന സൂറത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഓതിയാൽ കൂടുതൽ ഗുണം കിട്ടും. മനസ്സ് തിരിയുമ്പോൾ ഞാൻ ഇപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിലാണെന്ന് എന്ന് ഓർക്കുക. ശബ്ദമുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുക. ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കുക. എല്ലാ ശ്രദ്ധയും ഒരിടത്തേക്ക് കൊണ്ടുവരാൻ അത് സഹായിക്കും. നിസ്കാരത്തിൽ നാം ശരീരത്തോടൊപ്പം മനസ്സും ഹൃദയവും അടങ്ങുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ബോധം ഉണ്ടാകുകയും ചെയ്യുക വേണം. മനസ്സ് എല്ലായിടത്തും അലഞ്ഞു പോകാതെ അള്ളാഹുവിൽ മാത്രം കേന്ദ്രീകരിക്കുക. ഹൃദയം ശാന്തമാക്കുക. ആത്മാവ് സമാധാനത്തിലുമാക്കുക. കണ്ണ് താഴ്ന്നിരിക്കണം. ശരീരത്തിൽ വിനയവും കാണാം. ഓരോ വാക്കിൻ്റെയും അർത്ഥം മനസ്സിലാക്കി ഓതുക. ഇതിനെല്ലാം ശേഷം നമുക്കൊരു ചെറിയ ദുആയും കൂടെ ഓതുക. അല്ലാഹുമ്മ അജ്അൽ ഖൽബി ഖാശിയം വനിസാനി ദാകിറം വജസദി അലാ സലാത്തിൻ സാബിറ. അള്ളാഹുവേ, എൻ്റെ ഹൃദയം വിനയത്തോടും അടങ്ങിയിരിക്കണേ. എൻ്റെ നാവ് നിന്നെ ഓർത്തുകൊണ്ടിരിക്കട്ടെ. എൻ്റെ ശരീരം നിസ്കാരത്തിൽ സ്ഥിരതയോടും സഹനത്തോടും ഇരിക്കണമേ. സഹോദരങ്ങളെ, നമസ്കാരം നമ്മെ പാപങ്ങളിൽ നിന്നകറ്റുന്ന ഒരു കവചമാണ്. അത് മനസ്സോടെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ മാധുര്യം നമ്മൾ അനുഭവിക്കുന്നത്. നിസ്കാരത്തിൽ ശ്രദ്ധയും ഖുശൂഉം ലഭിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ജസാക്കല്ലാഹു ഖൈർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരോടും പങ്കിടാം. ഇൻഷാ അല്ലാഹ് നമ്മൾക്കെല്ലാവർക്കും മനസ്സോടെയുള്ള നിസ്കാരം സാധ്യമാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ നല്ല സഹോദരങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുന്ന അഭിപ്രായങ്ങൾ നമ്മുടെ എല്ലാവരെയും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നമ്മുടെ എല്ലാ നമസ്കാരം അള്ളാഹു തആല സ്വീകരിക്കട്ടെ.